ഹലോ. അങ്ങനെ രാത്രി 9 മണിയുടെ ഗരീബ് രാത്ത് എക്സ്പ്രസ് വണ്ടി ഓടിക്കാൻ ഞാൻ റെഡിയായി. ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി മൈ ഫസ്റ്റ് 3 ടയർ AC എക്സ്പീരിയൻസ്. ഞാൻ ആദ്യമായിട്ടാണ് 3 ടയർ ACയിൽ പോകാൻ പോണേ. അപ്പം ഞാൻ റെഡിയായി ട്രെയിൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആസ് യു ഓൾറെഡി നോ, ഞങ്ങൾ ഹംപിയിൽ പോവാണ്. ബട്ട് കൊച്ചി ടു ഹംപി ഒരുമിച്ച് ഒരു ട്രെയിനില്ല. ഒന്നുമില്ലെങ്കിൽ മൈസൂരിൽ പോയിട്ട് ഹംപി എക്സ്പ്രസ്സിന് പോകണം, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ഹംപി എക്സ്പ്രസ്സിന് പോകണം. അങ്ങനെ 2 ഓപ്ഷനേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഡിസൈഡ് ചെയ്തിരിക്കണേ ബാംഗ്ലൂർ എത്തിയിട്ട് അവിടെ നിന്ന് ഹംപി എക്സ്പ്രസ്സിന് പോകാമെന്നുള്ളതാണ്. ഞങ്ങളിപ്പോൾ ഈ ട്രാവൽ ചെയ്യണ ഗരീബ് രാത്ത് എക്സ്പ്രസ് രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ബാംഗ്ലൂർ എത്തും. ബാംഗ്ലൂർ മീൻസ് ഞങ്ങൾ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങാൻ പോണേ. ആൻഡ് നൗ വി ഹാവ് ടു സ്പെൻഡ് എ ഡേ ഇൻ ബാംഗ്ലൂർ ബിഫോർ അവർ ഹംപി എക്സ്പ്രസ്. ഹംപി എക്സ്പ്രസ് രാത്രി 9 മണിക്കാണ്. സോ വി ഹാവ് എ വോൾ ഡേ ഇൻ ബാംഗ്ലൂർ. നമുക്ക് ഇനി ബാംഗ്ലൂരിൽ എന്തൊക്കെ ചെയ്യാൻ നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ കുളിക്കാൻ, ബാത്റൂമിൽ പോകാൻ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. സോ ഞങ്ങൾ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ IRCTCയുടെ റിട്ടയറിംഗ് റൂമുണ്ട്. ഞങ്ങൾ IRCTCയുടെ റിട്ടയറിംഗ് റൂം എടുക്കാമെന്നാണ് വിചാരിക്കണേ. അതിൻ്റെ ഇടയ്ക്കാണ് ഇത് കണ്ടത്. ഇന്ന് പുതിയൊരു ട്രെയിനിൻ്റെ ലോഞ്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ കർണാടകയിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡാൻസ് ഫോമൊക്കെ ഇവർ ചെയ്യണ കണ്ടു. ഞാൻ അവരുടെ കൂടെ ഫോട്ടോയും എടുത്തു. ആൻഡ് ദാറ്റ് വാസ് ഫൺ. ഇനി നേരെ ഞങ്ങൾക്ക് പോകാനുള്ളത് IRCTC റിട്ടയർ റൂമിക്കാം. അവിടെ അവർ എല്ലാം ബുക്ക്ഡ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ജസ്റ്റ് വേണമെങ്കിൽ ഒരു 1 അവർ ഞങ്ങൾക്ക് ഫ്രഷ് അപ്പ് ചെയ്യാൻ തരാമെന്ന് പറഞ്ഞു. ഒരു 250 റുപ്പീസാണ് 1 അവറിനായത്. അപ്പം ഞങ്ങൾ വേഗം പോയിട്ട് ഫ്രഷ് അപ്പ് ചെയ്തു. IRCTC റിട്ടയറിങ് ആവറേജ് ആയിരുന്നു. യു ക്യാൻ സീ ദിസ്. വലിയൊരു റൂമായിരുന്നു. അതിൽ 2 ബെഡ് ഉണ്ടായിരുന്നു. ആൻഡ് വാട്ടർ ബോട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ ഞങ്ങൾ വെച്ചതാണ്. റൂം കുഴപ്പമില്ല. പക്ഷേ 250 രൂപയ്ക്ക് ഇതൊക്കെ തന്നെ കിട്ടുള്ളൂ തോന്നുന്നു. ബാത്റൂം നല്ല വലുതായിരുന്നു. പക്ഷെ അത്ര ക്ലീനൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ ടോയ്ലറ്റ് ആണെങ്കിലും ക്ലീനൊന്നും ആയിരുന്നില്ല അത്ര. അങ്ങനെ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഫ്രഷ് അപ്പ് ചെയ്യാൻ ഇത് മതി. IRCTCയുടെ റൂംസ് അവർ പറഞ്ഞത് എന്താ വെച്ചാൽ നേരത്തെ ബുക്ക് ചെയ്ത് കഴിയുന്ന 2-3 മാസം മുന്നേ. ട്രെയിൻ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ആൾക്കാർ ഇതും ബുക്ക് ചെയ്യുന്നുണ്ടാവും തോന്നുന്നു. കാരണം ഇത്രയും ചീപ്പിൽ വേറെ എവിടെയും റൂംസ് അവൈലബിൾ ആയിട്ട് കിട്ടൂലല്ലോ. ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അടുത്തുള്ളൊരു ചേച്ചി കൂർക്കം വലിച്ചിട്ട് ഈശ്വര. സോ ഇതൊരു ബുദ്ധിമുട്ടല്ലേ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ. ഇത് മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ ചെയ്ത് മാറ്റാൻ പറ്റണേ ഉള്ളൂ. സോ ഐ തിങ്ക് പീപ്പിൾ ഹു ഹാവ് ദിസ് പ്രോബ്ലംസ് ഷുഡ് സീക്ക് സം മെഡിക്കൽ ഹെൽപ്പ് ഫോർ സീരിയസ്ലി. അതർവൈസ് ഐ ഷുഡ് ബൈ എ ഇയർ പ്ലഗ് ആൾസോ. ബട്ട് എവറി വൺ വിൽ നോട്ട് ഹാവ് ദാറ്റ് റൈറ്റ്. അങ്ങനെയായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രിക്കത്തെ അവസ്ഥ. ഉറങ്ങാനേ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഫ്രഷ് ആയിട്ട് ക്ലോക്ക് റൂമിൽ ഞങ്ങളുടെ ലഗേജൊക്കെ വെച്ച്, ഇവിടെ IRCTC റൂമിലേക്ക് പോണ വഴിയാണത്. അതിൻ്റെ താഴെ തന്നെയാണ് ക്ലോക്ക് റൂം ഉള്ളത്. അതിൻ്റെ അടുത്ത് തന്നെ വെയിറ്റിംഗ് ഹോളൊക്കെ ഉണ്ട്. AC വെയിറ്റിംഗ് ഹോൾ, അല്ലാതെ വെയിറ്റിംഗ് ഹോളൊക്കെ ഉണ്ട്. നെക്സ്റ്റ് തിങ് ഐ വാണ്ട് ടു ഡു ഈസ് വാട്ട് ഐ ആം വെയിറ്റിംഗ് ഫോർ സോ ലോങ്. ഐ വാണ്ട് ടു ട്രൈ ദ ബെസ്റ്റ് ബിരിയാണി ഇൻ ബാംഗ്ലൂർ. എനിക്ക് ഈ ബാംഗ്ലൂർ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. കുറേ മസാലയൊക്കെ ഉണ്ടായിട്ട് ബാംഗ്ലൂർ ബിരിയാണി നല്ല. കർണാടകയിലെ ബിരിയാണി, മലബാർ ബിരിയാണി ഇഷ്ടമാണ്. പക്ഷേ ഇതും ഇഷ്ടമാണ്. ഈ കുസ്ക റൈസും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ്. അപ്പം ഞങ്ങൾ നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന് ബിരിയാണിയും കബാബും ഒക്കെ ഓർഡർ ചെയ്തു. ആൻഡ് ദാറ്റ് വാസ് വെരി ഗുഡ്. നല്ല ഫുഡായിരുന്നു. പോരാത്തതിന് നല്ല റീസണബിൾ പ്രൈസേ ഉണ്ടായിരുന്നുള്ളൂ. നൗ വൈൽ ഐ ആം എഡിറ്റിംഗ് ദിസ് ഐ ആം ക്രേവിങ് ഫോർ സം ബാംഗ്ലൂർ ബിരിയാണി ആൻഡ് കബാബ്. അത് കഴിഞ്ഞ് നേരെ പോയത് കബ്ബൻ പാർക്കിലായിരുന്നു. ബാംഗ്ലൂർ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ കബ്ബൻ പാർക്ക് തന്നെയാണ്. വെയിലൊന്നും കൊള്ളാണ്ട് നല്ല പീസ്ഫുള്ളായിട്ട്. പക്ഷെ അത്ര പീസ്ഫുൾ അല്ല കേട്ടോ, നിറച്ച ആൾക്കാരായിരുന്നു. കുഴപ്പമില്ല, പക്ഷേ ഐ എൻജോയ്ഡ് ഇറ്റ്. ഒരു ബുക്കൊക്കെ വായിച്ച് നല്ല സമാധാനമായിട്ട് കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞ് 6 മണിയായപ്പോൾ അവരവിടെ നിന്ന് ഓടിച്ചു വിട്ടു കേട്ടോ. 6 മണി വരെ കബ്ബൻ പാർക്കിലിരിക്കാൻ പറ്റുമോ? കബ്ബൻ പാർക്കിൻ്റെ ഒരു എൻട്രൻസ് വിധാൻ സൗദേൻ്റെ അടുത്തേക്കാണ്. വിധാൻ സൗദ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ സെക്രട്ടേറിയറ്റ് പോലെ. അവിടുത്തെ ബാംഗ്ലൂരൊക്കെ വന്ന എല്ലാ ആൾക്കാരും വിധാൻ സൗദേൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടൊക്കെ സ്റ്റോറിയൊക്കെ ഉണ്ട് ഞാൻ കണ്ടു. പക്ഷേ ഞാൻ മുന്നേ കുറേ കാലം ബാംഗ്ലൂർ ഉണ്ടായിരുന്നെങ്കിലും ബസ്സിലൊക്കെ പോകുമ്പോൾ ഈ വിധാൻ സൗദ കണ്ടിട്ടുള്ളൂ. ഇവിടെ ഇറങ്ങിയണതൊക്കെ ആദ്യമായിട്ടാണ്.
പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് വലിയ പരിപാടി ഇല്ലാത്തതുകൊണ്ടും ട്രെയിനാണെങ്കിൽ രാത്രി 9 മണിക്കേ ഉള്ളൂ. സോ ഇവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പോവാമെന്ന് വിചാരിച്ചു, കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട്. നല്ല രസമായിരുന്നു. കുറച്ച് ഇരുട്ടിയിട്ടാണ് ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് വിധാൻ സൗദയിൽ നിന്ന് പോയത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അടുത്തൊരു പാർക്കൊക്കെ ഉണ്ട്, ഇവിടെ വാക്ക് വേ ഉണ്ട്, കുറേ നേരം നടക്കാനൊക്കെ പറ്റും. നല്ല രസമായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഗ്വാവ ഉണ്ടായിരുന്നു, ഒരു ചേട്ടൻ ഇങ്ങനെ ഉപ്പും മുളകൊക്കെ ഇട്ട് വിൽക്കണു, അതും മേടിച്ചു. ഞങ്ങൾ പറഞ്ഞു കുറച്ച് ക്ലീനാൻ സംശയമുണ്ടെന്ന്. അപ്പോൾ അവർ കഴുകിയിട്ടൊക്കെ തന്നു. പിന്നെ ഇവിടെ നിന്ന് വിധാൻ സൗദയിൽ നിന്ന് മെട്രോ കയറിയിട്ട് യശ്വന്ത്പൂർ പോയി. ഞങ്ങൾ പിന്നെ മെട്രോയിലല്ലേ പോവാന്നുള്ള ധൈര്യത്തിലാണ് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തത്. മെട്രോ അല്ലെങ്കിൽ പെടും ട്രാഫിക്കിൽ യശ്വന്ത്പൂർ എത്താൻ. ഇത് വിധാൻ സൗദ മെട്രോ സ്റ്റേഷനിൽ എടുത്തെത്തിയപ്പോഴുള്ള വിധാൻ സൗദയുടെ വ്യൂ ആണ്. അപ്പോഴേക്ക് സ്കൈയിൽ നല്ല റെഡ് കളേഴ്സൊക്കെ വന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ ആ സമയത്ത്. പിന്നെ ഫുൾ ലൈറ്റൊക്കെ ഇട്ട്, ദാറ്റ് വാസ് നൈസ്. അങ്ങനെ രാത്രി ഡിന്നറിന് ഒരു ബർഗർ ഓർഡർ ചെയ്ത് അതൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ ട്രെയിൻ കയറി. ഇതാ രാവിലെ. ദിസ് ഈസ് ഹംപി ആൻഡ് വി ആർ റെഡി ടു എക്സ്പ്ലോർ ഹംപി. ഓക്കെ, സീ യു സൂൺ. ഗെറ്റ് റെഡി ഫോർ അവർ ഹംപി അഡ്വഞ്ചേഴ്സ്. See you all in coming videos.